അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 7 ശനിയാഴ്ച. കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് മലയാളികൾ കോടികൾ തട്ടിയതായി പരാതി. വായ്പയെടുത്ത് തിരിച്ചടക്കാത്തവരെ തേടി ഗൾഫ് ബാങ്ക് കേരളത്തിൽ. ബാങ്കിന്റെ 700 കോടി രൂപയോളം തട്ടിയ സംഭവത്തിൽ 1425 മലയാളികളാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത്. ഇവരിൽ 700ഓളം പേർ നഴ്സുമാരാണ്. കേരളത്തിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും വായ്പയെടുത്തവർ കടന്നുവെന്നാണ് കുവൈറ്റ് ബാങ്ക് അധികൃതർ സംസ്ഥാന പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ്. ദക്ഷിണ മേഖല IG അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കും. 2020-22 കാലത്താണ് ബാങ്കിൽ തട്ടിപ്പ് നടന്നത്. കുവൈറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന 700ഓളം പേരുമാണ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയത്. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വീണ്ടും കൂട്ടി. യൂണിറ്റിന് 16 പൈസ വീതം വർദ്ധിപ്പിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കി. നിരക്ക് വർധന വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. BPL-കാർക്കും നിരക്ക് വർധന ബാധകമാണ്. അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. ഫിക്സഡ് ചാർജും കൂട്ടിയിട്ടുണ്ട്. വൈദ്യുതി നിരക്ക് വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയും പകൽ കൊള്ളയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനവിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കുമേൽ കെട്ടിവച്ചിരിക്കുന്നതെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് കൂട്ടിയ നടപടി തികഞ്ഞ പിടിപ്പുകേടും ധിക്കാരവുമാണെന്നും വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് ശക്തമായ സമരം നടത്തുമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ഇത് 5ാം തവണയാണ് പിണറായി സർക്കാർ നിരക്ക് കൂട്ടുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും K സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വൈദ്യുതി വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാർ യാതൊരു ആസൂത്രണവുമില്ലാതെ റദ്ദാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇന്ന് കൈമാറുമെന്ന വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർക്കാണ് ഈ ഭാഗങ്ങൾ നൽകുക. മാധ്യമപ്രവർത്തകരുടെ അപ്പീലുകൾ പരിഗണിച്ച വിവരാവകാശ കമ്മീഷണറുടേതാണ് നിർണായക തീരുമാനം. സ്മാർട്ട് സിറ്റി വിഷയത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. ആർബിട്രേഷൻ നടപടികളുമായി പോയാൽ ഭൂമി ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുമെന്നും ടീകോമിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കരാറിന് അകത്തുനിന്നുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം വരാതെ മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെന്നും വേഗത്തിൽ ഭൂമി കൈമാറ്റം നടക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദ പത്രപരസ്യത്തിലെ സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ഭാഗം ചില അഭ്യുദയകാംക്ഷികൾ നൽകിയതാണെന്നും അഭ്യുദയകാംക്ഷികൾ നൽകിയ ഭാഗവുമായി സ്ഥാനാർത്ഥിക്കോ LDF-നോ ബന്ധമില്ലെന്നും LDF ചീഫ് ഇലക്ഷൻ ഏജന്റ്. അനുമതി വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകിയതെന്ന് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ വിശദീകരണത്തിൽ LDF അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിലാണ് വിശദമായ കൂടിക്കാഴ്ച നടത്തിയത്. വിമാനത്താവള കണക്ടിവിറ്റി റോഡുകളും സീപോർട്ട് കണക്ടിവിറ്റി റോഡുകളും അനുവദിക്കാമെന്ന് ഗഡ്കരി ഉറപ്പു നൽകിയതായി റിയാസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ കേസെടുക്കില്ലെന്ന് പോലീസ്. നവകേരള യാത്രയ്ക്കിടെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കോടതിയെ ഇന്നറിയിക്കും. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ
മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ എറണാകുളം CJM കോടതി ഉത്തരവിട്ടിരുന്നു. ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിയന്ത്രണം നടപ്പാക്കിയാൽ തൃശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തി നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യണമെന്ന് ദേവസ്വം സെക്രട്ടറിമാർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഈ ഘട്ടത്തിൽ സുപ്രീംകോടതിയെ അപ്പീൽ ഹർജിയുമായി സമീപിക്കില്ലെന്നും ദേവസ്വങ്ങൾ പറഞ്ഞു. നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കൈമാറി. ദേവസ്വം വിജിലൻസ് SP-യാണ് അന്വേഷണം നടത്തി ദേവസ്വത്തിന് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം നടൻ ദിലീപ് ശബരിമലയിലെത്തിയത് സാധാരണ ഭക്തനെന്ന നിലയിലാണെന്നും മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നും ആർക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടില്ലെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പറഞ്ഞു. ആലപ്പുഴ കളർകോട് അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു. കാക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 6 MBBS വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിലാണ് നടപടി. നടൻ സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവനടിയെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം പറയുന്നത്. ഇന്നലെ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പോലീസ് ഈ നിലപാട് സ്വീകരിച്ചത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് കേരളം വിടാൻ പാടില്ലെന്ന ഉപാധിയോടെ ജാമ്യം. ജാമ്യവ്യവസ്ഥയായി 1 ലക്ഷം രൂപയും കെട്ടിവെക്കണം. പ്രതി അന്വേഷണത്തോടെ സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പരാതിക്കാരിയെയും കേസുമായി ബന്ധപ്പെട്ട് ആരെയും കാണാൻ പാടില്ലെന്നും പരാതിക്കാരിയുമായി ഫോണിൽ ബന്ധപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സീരിയലുകളെ അടച്ചാക്ഷേപിച്ചിട്ടില്ലെന്നും ഉള്ളടക്കം നന്നാക്കാൻ വേണ്ടിയാണ് വിമർശനം ഉന്നയിച്ചതെന്നും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ. ആരുടെയും അന്നം മുടക്കിയില്ലെന്നും കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കരുതെന്നും തനിക്കെതിരായ ആത്മയുടെ തുറന്ന കത്ത് കാര്യമറിയാതെയുള്ളതാണെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു. ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമാണെന്നായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFT ഗാലക്സി ചിട്ടികൾ. ഫിൻജൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ തമിഴ്നാടിന് കേന്ദ്രം 944.80 കോടി രൂപ സഹായധനം പ്രഖ്യാപിച്ചു. 2000 കോടി രൂപയുടെ സഹായമാണ് തമിഴ്നാട് തേടിയത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചത്. കാറും കരിമ്പ് കൊയ്യുന്ന യന്ത്രവും കൂട്ടിയിടിച്ച് കർണാടകയിൽ 5 മരണം. വെള്ളിയാഴ്ച കർണാടകയിലെ വിജയപുരയിലാണ് സംഭവം. മരിച്ചവരിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. 2017 ജയലളിതയുടെ അവധിക്കാല എസ്റ്റേറ്റിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തുകയും സുരക്ഷാ ജീവനക്കാരനെ കൊല്ലുകയും ചെയ്ത കോടനാട് എസ്റ്റേറ്റ് കൊലക്കേസിൽ എടപ്പാടിയെയും ശശികലയെയും വിസ്തരിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി. നേരത്തെ ഈ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. എസ്റ്റേറ്റ് മാനേജരെ മാത്രം വിസ്തരിച്ചാൽ മതിയെന്നായിരുന്നു നീലഗിരി കോടതിയുടെ ഉത്തരവ്. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ കുടുംബത്തിന് സഹായവുമായി അല്ലു അർജുൻ. 25 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് അല്ലു അർജുൻ അറിയിച്ചു. മരിച്ച രേവതിയുടെ മകൻ തേജ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു. ഉത്തർപ്രദേശിലെ മുഴുവൻ ജില്ലാ നഗര ബ്ലോക്ക് കമ്മിറ്റികളും പിരിച്ചുവിട്ട് കോൺഗ്രസ്. സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കമ്മിറ്റികൾ പിരിച്ചുവിട്ടത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ നവീകരണമെന്നാണ് സൂചന. ആഫ്രിക്കയിലെ തെക്കു പടിഞ്ഞാറൻ കോങ്കോയിൽ ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന അജ്ഞാത രോഗം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇൻഫ്ലുവൻസയുടേതിന് സാമ്യമുള്ള ലക്ഷണങ്ങളുള്ള ഈ അജ്ഞാത രോഗം ബാധിച്ച് 150ഓളം പേർ മരിച്ചതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അണ്ടർ 19 ഏഷ്യ കപ്പിൽ ഇന്ത്യ ഫൈനലിൽ. ശ്രീലങ്കയെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്ക ഉയർത്തിയ 174 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 21.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു.
36 പന്തിൽ 67 റൺസ് എടുത്ത 13-കാരൻ വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. അണ്ടർ 19 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ബംഗ്ലാദേശ് ശക്തരായ പാകിസ്ഥാനെ അട്ടിമറിച്ചാണ് ഫൈനലിൽ എത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 37 ഓവറിൽ 116-ന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് 22.1 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. അഡലൈഡ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസീസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിലേക്ക്. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 180-ന് അവസാനിച്ചിരുന്നു. 6 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യയെ തകർത്തത്. 42 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 86 റൺസ് എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.